നമസ്കാരം. ഇന്നലെ മോദി കേരളത്തിലെത്തി, തൃശ്ശൂരിലെത്തി. വലിയ ആഘോഷമായി സ്ത്രീകളുടെ വൻ ജനാവലിയാണ് അവിടെ തടിച്ചുകൂടിയത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ പ്രേക്ഷകർ പലരും ഞങ്ങളെ വിളിച്ചിരുന്നു. പലരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മറ്റു ചിലർ നേരിട്ട് വിളിച്ചു. എന്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ പേര് തൃശ്ശൂരിൽ പ്രഖ്യാപിക്കാത്തത് എന്നാണ് ചോദ്യം. ഇങ്ങനെ പലരും ചോദിച്ചു. ഇവിടെ BJPക്കകത്ത് തിരിമറി നടക്കുന്നുണ്ടോ? BJP സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രത്യേക വിലയിരുത്തലുണ്ട്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചോദിക്കുമ്പോൾ പലരും ചോദിക്കുന്നു, കളിക്കുന്നുണ്ടോ ആരെങ്കിലും? ചിലരെ പേരെടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത്, ഇയാൾ കളിക്കുന്നുണ്ടോ, ഇവർ കളിക്കുന്നുണ്ടോ, ഇവർ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും, അതും BJPയുടെ ആഭ്യന്തര വിഷയമാണ് സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ. അതിൽ അവർ കളിക്കുന്നുണ്ടോ, ഇവർ കളിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് മോദി പേര് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ചില വിലയിരുത്തലുകളുണ്ട്. ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് പല ഭാഗത്തു നിന്നും, അത് പാർട്ടിക്കകത്തുനിന്നും പാർട്ടിക്ക് പുറത്തുനിന്നും, അത് ഏത് പാർട്ടി ആയാലും ഞങ്ങൾക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടും. അതും കൂടെ വച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഞങ്ങളാൽ കഴിയുന്ന ഒരു മറുപടി നൽകണമെന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം സുരേഷ് ഗോപിയുടെ പേര് നരേന്ദ്രമോദി അവിടെ വന്ന് പറയുമെന്നും കൈ ഉയർത്തി കാണിക്കുമെന്നും ഇതാ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമെന്നും ഒക്കെ ജനങ്ങൾ ആഗ്രഹിച്ചു, അവർ പ്രതീക്ഷിച്ചു. അത് സത്യം തന്നെയാണ്. എന്തുകൊണ്ട് വന്നില്ല? ഒരു കാര്യം മനസ്സിലാക്കുക. ജനാധിപത്യ ക്രമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എല്ലാ പാർട്ടിയും പോലെ BJP. കോൺഗ്രസും അങ്ങനെ തന്നെയാണ്, മറ്റു പല പാർട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് ഒരു ദേശീയ പാർട്ടി, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ BJPക്ക് ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് സാങ്കേതികത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല, സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരാളിനെ മാത്രം, ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രം അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കണം. അതിന് ഒരു സംസ്ഥാന സമിതി ഇവിടെ ഉണ്ട്. ആ സംസ്ഥാന സമിതി കൂടി തീരുമാനിക്കണം. എന്നിട്ട് അതാത് മണ്ഡലങ്ങളിലെ ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണം. സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുകയും പട്ടിക തയ്യാറാക്കുകയും വേണം. ആ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കുന്ന പട്ടികകൾ സംസ്ഥാന കമ്മിറ്റികൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് കേന്ദ്ര കമ്മിറ്റികളിലേക്ക്, ദേശീയ കമ്മിറ്റികളിലേക്ക് അയക്കണം. ആ ദേശീയ കമ്മിറ്റിയും കൂടെ അത് പരിശോധിച്ച് അംഗീകരിക്കണം. ഇത്തരം പ്രോസസ്സുകൾ ഒരു ജനാധിപത്യ ക്രമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോസസ്സ് ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ അംഗീകരിച്ചിട്ട് അത് ആ പട്ടികയെല്ലാം തയ്യാറാക്കി അംഗീകരിച്ചാൽ മാത്രമേ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു BJPയുടെ മുഖം ആയി നിൽക്കുന്ന നരേന്ദ്രമോദി എന്ന ആ വ്യക്തി, അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരാളിൻ്റെ പേര് പറയാൻ കഴിയില്ല, പറയാൻ പാടില്ല എന്നുകൊണ്ട് തന്നെയാണ്. അത് മാത്രം വിചാരിക്കുക. ഇതിനകത്ത് മറ്റ് യാതെങ്കിലും ഈ പറയുന്ന BJP കേരള ഘടകത്തിൻ്റെ പൊതു സ്വഭാവം ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീരെ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. പാർട്ടിയാണ്, പാർട്ടിക്കകത്ത് പല ചർച്ചകളും ഉൾപിരിവുകളും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് BJP കേരള ഘടകത്തിൽ ധാരാളമുണ്ട്. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ മോദിയുടെ പ്രഖ്യാപനം വരാത്തതിൻ്റെ പിന്നിൽ അതൊന്നും ഘടകമല്ല. മാത്രമല്ല, നേതാക്കൾ പലപ്പോഴും പല തരത്തിൽ വാക്കുകളിൽ കൂടെയും പ്രയോഗങ്ങളിൽ കൂടെയും വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നത് വ്യക്തമാക്കിയാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായി തന്നെ പേരെടുത്തു പറഞ്ഞ് സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നും, അവർ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നും ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ഒരു നേതാവ് പറയാൻ കഴിയില്ല. അവരുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതായിരിക്കാം.
പക്ഷേ ഇനി അത് പാർട്ടി കമ്മിറ്റികളിൽ അവർ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. കാരണം ഒരു ജനാധിപത്യ ക്രമം അനുസരിച്ചും ഒരു കേഡർ സംവിധാനം അനുസരിച്ചും പ്രവർത്തിക്കുന്നതാണല്ലോ ഈ പാർട്ടി എന്ന് പറയുന്നത്. എന്തായാലും അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നേതാക്കന്മാരുടെ ഇടയിൽ അത് തന്നെയാണ്, മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളെ വിളിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നു, തികച്ചും സാങ്കേതികമാണ്. ഒരു പാർട്ടിക്ക് അതിനൊരു കീഴ്വഴക്കങ്ങളും ക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് മോദി സുരേഷ് ഗോപിയുടെ പേര് പറയാത്തതും.